വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും വലം കൈയിലോ നെറ്റിയിലോ ഒരു പ്രത്യേകതരം മുദ്ര ലഭിക്കുന്ന കാലം വരുമെന്ന് പറയുന്നുണ്ട്. ആ മുദ്രയില്ലാതെ ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ലാത്ത കാലം ഉണ്ടാവും. അതായത് സകല സാമ്പത്തിക ഇടപാടുകളെയും നിയന്ത്രിക്കുന്ന ഘടകമായി ഓരോ വ്യക്തിയിലും ആ മുദ്ര ഉണ്ടായിരിക്കും. അത് ലഭ്യമായിട്ടില്ലാത്തവരോ സ്വീകരിക്കാത്തവരോ ആയ ആർക്കും ഒന്നും വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ലാത്ത കാലം. ആ മുദ്രയുടെ സംഖ്യാ അവസ്ഥ 666 ആകുന്നുവെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പാട് 13:18. സത്യത്തിൽ ഒരു ഏകലോക സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ് മേൽ വിവരിച്ച വസ്തുതകളിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തികൾക്ക് നമ്പറുകൾ നൽകപ്പെടുകയും ആ നമ്പറുകൾ അവരുടെ സകല വ്യവഹാരത്തിനും ഉപകാരപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ സൂചന അതിലുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവചനം എഴുതിയപ്പോൾ അത്തരമൊരു കാര്യം സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് തികച്ചും സാധ്യമായിരിക്കുന്നു. ആധാർ നമ്പറുകളും പാൻ നമ്പറുകളും പാസ്പോർട്ട് നമ്പറുകളും എന്നുവേണ്ട ആധുനിക മനുഷ്യൻ ഇപ്പോൾ തന്നെ സംഖ്യകളാൽ അറിയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ് രേഖകളിൽ വ്യക്തികൾ പേരുകളേക്കാൾ സംഖ്യകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ന് നിലവിലുള്ള പല നമ്പറുകൾ മാറിയിട്ട് ഒരു വ്യക്തിക്ക് ഒരു നമ്പർ മാത്രം നിലവിൽ വരാൻ പോകുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് RFID ചിപ്പുകൾ. ഒരു ചെറിയ അരിമണിയുടെ മാത്രം വലിപ്പമുള്ള സിലിക്കോൺ മൈക്രോ ചിപ്പുകൾ കൈവിരലുകൾക്കിടയിലെ ചർമ്മത്തിനുള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്ന പ്രക്രിയ ഇപ്പോൾ തന്നെ നടപ്പിൽ വന്നു കഴിഞ്ഞു. ചികിത്സാ ആനുകൂല്യങ്ങളുടെ മറവിൽ അമേരിക്കൻ ജനതയെ ആകമാനം അത്തരം സിലിക്കൺ ചിപ്പുകളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഒബാമ ശ്രമിച്ചു വരുന്നതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായതും കാര്യങ്ങളാകെ മാറിമറിഞ്ഞതും. അരിമണിയുടെ വലിപ്പം മാത്രമുള്ള പ്രസ്തുത ചിപ്പിനുള്ളിൽ 20,000 പേജുകളിലെ വിവരങ്ങളാണ് ഉണ്ടാവുക. ഒരു ബയോ കമ്പാറ്റബിൾ ഗ്ലാസ് ക്യാപ്സൂളാണത്. അതിൽ കോപ്പർ ആൻറ്റിന കോയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. സകല മനുഷ്യരുടെയും ചിന്തകളെപ്പോലും വിശകലന വിധേയമാക്കി ആഗോള ഭരണം നടത്താൻ വരാനിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ആയുധമാണ് ഈ മൈക്രോ ചിപ്പുകൾ. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും എതിർ ക്രിസ്തുവിൻ്റെ നീരാളിക്കരങ്ങളായ ഗൂഗിളും ഫേസ്ബുക്കുമൊക്കെ ഇപ്പോൾ തന്നെ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ ലോകത്തെ ഭരിക്കുന്ന കാലത്ത് ഈ വിവരശേഖരങ്ങളുടെ സഹായത്തോടെയാണ് സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും എതിർ ക്രിസ്തു പൂർണ്ണമായ ആധിപത്യം ചെലുത്തുന്നത്. എല്ലാവരെയും നന്നായി അറിയുന്ന ബിഗ് ബ്രദർ എന്ന നിലയിലാണ് എതിർ ക്രിസ്തു വാഴുക. നല്ലൊരു ട്രാക്കിംഗ് ഡിവൈസ് കൂടിയായ ഈ RFID ചിപ്പ് ധരിച്ചിട്ടുള്ള വ്യക്തി പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലിരുന്ന് എന്ത് ചെയ്താലും പറഞ്ഞാലും അത് അതേപടി എതിർ ക്രിസ്തുവിൻ്റെ മേശപ്പുറത്ത് വന്നു ചേരും. അവൻ്റെ പ്രതിമയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാനാവില്ലെന്നോർക്കണം. അന്നത്തെ വിശ്വാസിയുടെ കാര്യം കഷ്ടമായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിങ്കൽ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ വിളക്കുകളിൽ എണ്ണ നിറച്ച് കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ ആത്മമണവാളനായ ക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള വിശ്വാസികൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മേൽ പ്രസ്താവിച്ച സിലിക്കൺ ചിപ്പുകൾ ഓരോന്നിലും ഓരോ വ്യത്യസ്ത സംഖ്യയാണുള്ളത്. എന്നാൽ അത്തരം എല്ലാ ചിപ്പുകളും ഒരു മാസ്റ്റർ സംഖ്യയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ആ മാസ്റ്റർ സംഖ്യയാണ് 666. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ബൈബിൾ പ്രവചനവും അതേ കാര്യമാണ് പറയുന്നത്. വെളിപ്പാട് 13:18. ഇത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനു വേണ്ടി ലോകം ഇത്തരത്തിൽ ബൈബിൾ വചനപ്രകാരം ഉണർന്നൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ ക്രിസ്തുവായവൻ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരോട് പറയട്ടെ, ഇത് ഏറ്റവും ബുദ്ധിയുള്ളവൻ്റെ വിശ്വാസം തന്നെയാണ്. ബുദ്ധിപരമായി തിരിച്ചറിയാവുന്ന കാര്യങ്ങളെ നിരത്തിവെച്ചുകൊണ്ട് തന്നെ ഈ തലമുറയിൽ പുരാതന പ്രവചനങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന പ്രവചന യാഥാർത്ഥ്യം തെളിയിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ
ഇത് വിശ്വസിക്കും, സ്വീകരിക്കും. ഇന്നത്തെ അന്തർദേശീയ കമ്പ്യൂട്ടർ കോഡ് 6 എന്ന അക്കമാണല്ലോ. കാലിഫോർണിയയിലെ കേണൽ ഹെൻറി സി മക്വീൻ 664 എന്ന അക്കങ്ങൾക്ക് സംഖ്യാ വിശകലന പരിവർത്തനം വരുത്തി N60 എന്ന കോഡുണ്ടാക്കി. അതിനെ 3 കൊണ്ട് ഗുണിച്ചു. തീർച്ചയായും ഒരു സാധാരണ വ്യക്തിക്കോ സാധാരണ വിശ്വാസിക്ക് പോലുമോ ഈ സംഖ്യാഗണനം സാധ്യമല്ല. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്നാണല്ലോ വെളിപ്പാട് 13:18 പറയുന്നത്. മക്വീൻ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തിച്ചേർന്നു. അതായത് 666 എന്ന സംഖ്യാ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ സകല മനുഷ്യർക്കും പ്രത്യേകം നമ്പറുകൾ നൽകാൻ കഴിയും. സത്യത്തിൽ എത്ര മനുഷ്യർക്ക് നമ്പറുകൾ കൊടുക്കാൻ കഴിയുമെന്നുവരെ മക്വീൻ വെളിപ്പെടുത്തുകയുണ്ടായി. ആ മനുഷ്യരുടെ എണ്ണം സ്ക്രീനിൽ കാണിക്കുന്നു. 32 സ്ഥാനങ്ങളുള്ള ഈ സംഖ്യയുടെ അത്രയും മനുഷ്യർക്ക് 666 എന്ന ബേസിൽ വേറെ നമ്പറുകൾ നൽകാൻ കഴിയുമത്രേ. ഈ ഭൂമി പോലെ കോടാനുകോടി ഭൂഗോളങ്ങൾ വേണ്ടിവരും ഇത്രയധികം മനുഷ്യരുടെ ജീവിതം ഉറപ്പാക്കുവാൻ. ഇസ്രായേലിലെ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞരായിരുന്നു ലോകത്തിലേവർക്കും സ്വകാര്യവും സുരക്ഷിതവുമായ ഒരു സംഖ്യാ കോഡ് നൽകാനുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അതിനുവേണ്ടി അവർ വികസിപ്പിച്ചെടുത്തത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റമാണ്. എന്നുവെച്ചാൽ ഗൂഢാർത്ഥ സന്ദേശങ്ങളുടെ രീതി. ലോകത്തിലേവർക്കും സാമ്പത്തിക സുരക്ഷിതമെന്ന ലക്ഷ്യമാണതിൽ എടുത്തു പറയപ്പെട്ടിരുന്നതെങ്കിലും വാസ്തവത്തിൽ അത് എതിർ ക്രിസ്തുവിന് ദുഷ്ടതയുടെ പൂർത്തീകരണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ളതായി മാറ്റപ്പെടുകയാണ്. ഒരു വർഷം 60 കോടി രൂപയ്ക്ക് മേൽ ചെക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവിനത്തിൽ തന്നെ അമേരിക്ക ചിലവഴിച്ചു തീർക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളേറെ വിഭിന്നരുമല്ല. പണം ഒഴിവാക്കുകയെന്ന് അമേരിക്കൻ ബാർ മാഗസിൻ ഒരിക്കൽ പറയുകയുണ്ടായി. 666 എന്ന സംഖ്യാകോഡിന് കീഴിൽ ലോകം വരുമ്പോൾ ലോകം ഒറ്റ രാജ്യമായിരിക്കണമെന്നും ഒറ്റ നാണയ വ്യവസ്ഥിതിക്ക് കീഴിലായിരിക്കണമെന്നും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അന്ന് കറൻസി ഇല്ലായിരിക്കും. ഇപ്പോൾ തന്നെ രാജ്യങ്ങൾ കറൻസി രഹിത സമൂഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സകലരുടെയും സമ്പാദ്യം ആഗോള ഭരണാധികാരിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. ഇന്നത്തെ ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക നയങ്ങളും ബജറ്റുകളും ജനങ്ങൾക്ക് വരുത്തുന്നതിനേക്കാൾ എത്രയോ വളരെ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കും വരാനിരിക്കുന്നതെന്ന് വിചാരിച്ച് നോക്കുക. RFID ചിപ്പുകൾ നിക്ഷേപിക്കാത്തവർക്ക് അന്നത്തെ സമൂഹത്തിൽ ജീവിക്കുക അസാധ്യമായിരിക്കും. ചിപ്പുകൾ ഇടുന്നവർക്കാകട്ടെ തങ്ങളുടെ സകല സ്വകാര്യതകളും മതപരമായ വിശ്വാസങ്ങളും തങ്ങളെ തന്നെയും എതിർ ക്രിസ്തുവിന് ബലി പോലെ അടിമത്വത്തിന് ഏൽപ്പിക്കുക എന്നതാണ് വന്നുപെടാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഗൂഗിളും ഫേസ്ബുക്കും വിവരശേഖരണം നടത്തി തുടങ്ങിയപ്പോൾ US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പറഞ്ഞു, സർക്കാരിൻ്റെ ഡാറ്റാ ബാങ്കിലേക്ക് നിങ്ങളുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ടേപ്പിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. അന്ന് പ്രൈവസി പ്രൊട്ടക്ഷൻ സ്റ്റഡി കമ്മീഷൻ്റെ തലവനായിരുന്ന ഡേവിഡ് F. ലിനോവെസ് പറഞ്ഞത്, ഈ വിവരങ്ങൾ തെറ്റായ കരങ്ങളിൽ എത്തിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? ഭാവിയിൽ അത്തരമൊരാൾ വന്നുകൂടായികയില്ലല്ലോ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനം 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ എല്ലാത്തരം കമ്പ്യൂട്ടറുകളെയും പങ്കാളികളാക്കിക്കൊണ്ട് ഒരു ആഗോള സാമ്പത്തിക ഏകീകരണം നടത്തുന്നതിനാവശ്യമായ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലക്സംബർഗിലെ മദർ കമ്പ്യൂട്ടറിലേക്ക് ലോകത്തിലെ ഏത് കമ്പ്യൂട്ടറും കണക്ട് ചെയ്യാൻ ഇന്ന് കഴിയുന്നുണ്ട്. ബ്രസൽസിലും ബെൽജിയത്തിലുമാണ് മദർ കമ്പ്യൂട്ടറിൻ്റെ മുഖ്യമായ ലിങ്കുകളുള്ളത്. കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും നാറ്റോയുടെയും ഹെഡ്ക്വാർട്ടേഴ്സാണ് ബ്രസൽസിലുള്ളത്. 1996 തൊലിക്കടിയിൽ നിക്ഷേപിക്കാവുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ അടുത്ത നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാർക്കറ്റിലിറങ്ങുമെന്ന് ചിക്കാഗോ ട്രൈബ്യൂണിൻ്റെ സ്റ്റാഫ് റിപ്പോർട്ടർ ജോൺ വാൻ എഴുതിയിരുന്നു. വേൾഡ് ഫ്യൂച്ചർ സൊസൈറ്റി എന്ന സംഘടനയുടെ ഒരു പ്രതിനിധി പറഞ്ഞത് ഇപ്രകാരമാണ്: ആദ്യമൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം അത്തരം ചിപ്പുകൾ നൽകുമെങ്കിലും ക്രമേണ അത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് നിയമം വരും. കാലങ്ങളായി തുടരുന്ന ഒരു ഗൂഢാലോചനയുടെ പരിപാടികൾ ക്രമമായി നടപ്പിൽ വരുത്തുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ധനത്തിന്മേലുള്ള അവരുടെ അവകാശം പതിയെ എടുത്തു കളയപ്പെടുകയാണ്. സ്വന്തം ധനം എത്ര ഉപയോഗിക്കണമെന്നും
എന്തിനുപയോഗിക്കണമെന്നും നിശ്ചയിക്കുന്ന ഒരു ബിഗ് ബിയുടെ വ്യക്തിപരമായ കിരാത സാമ്രാജ്യത്തിൻ്റെ കറുത്ത സൂര്യോദയം അടുത്തടുത്ത് വരികയാണ്. ആ അധർമ്മമൂർത്തിയുടെ നീരാളിക്കരങ്ങൾ സകലത്തെയും വരിഞ്ഞു മുറുക്കുന്നതിനു മുമ്പ് തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പക്ഷേ കൂടെ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുമുണ്ടാകും. ആകാശമേഘങ്ങളിൽ തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനെ സഭ കാണും. ആ നിമിഷത്തിൽ ആ ദിവ്യ തേജസ്സിൻ്റെ ഓഹരി പ്രാപിച്ച് സഭയും ജ്വലിക്കും. ഈ ഒരു അവകാശത്തിലേക്ക് കേൾവിക്കാരെ സ്വാഗതം ചെയ്യുകയാണ്.